ഈ NCP-യിലെ മന്ത്രിസ്ഥാനവുമായി ബന്ധപ്പെട്ട അനിശ്ചിതാവസ്ഥ നിലനിൽക്കുന്നുണ്ട്. അതിൽ ഇന്ന് രാവിലെ തോമസ് MLA സംസാരിച്ചപ്പോൾ അധിക നാൾ ഇനി കാത്തിരിക്കാൻ കഴിയില്ല. അദ്ദേഹത്തിനോട് തന്നെ ചോദിക്കുന്നത് നല്ലത്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, അദ്ദേഹം തീരുമാനിച്ചാലും മന്ത്രിയാവില്ല. തീരുമാനം ഞാൻ പറയുന്നത് NCP-യുടെ മന്ത്രി ആരാണെന്ന് തീരുമാനിക്കേണ്ടത് ആ പാർട്ടി തന്നെയാണ്. അതിലൊരഭിപ്രായ വ്യത്യാസവും ഇല്ല. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രിയും ആ നിലപാട് വ്യക്തമാക്കി കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഭാഗത്ത് ഈ വിഷയം വന്നിട്ടില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ മുമ്പാകെ ഈ പ്രശ്നം വന്നിട്ടില്ല. വരുമ്പോൾ എന്ത് കാര്യത്തിലുള്ള നിലപാട് എന്നുള്ളത് നമ്മൾ പരിശോധിച്ചിട്ട് ഞാൻ പറയാം. അൻവറോട് ചോദിക്കി, അയാൾ പുതിയ പാർട്ടി ഉണ്ടാക്കുകയോ ഇല്ലയോ എന്നുള്ളതിനെക്കുറിച്ച് എനിക്ക് പറയാൻ പറ്റില്ല. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ MLA ആണ് അദ്ദേഹം. MLA ആയിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിനെ ഇപ്പം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയിൽ നിന്ന് ഒഴിവാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷ ജനാധിപത്യങ്ങളുടെ ഭാഗമായി CPIM-ന്റെ പാർലമെൻ്ററി ബോർഡിൽ അംഗമായിരുന്നു. പാർലമെൻ്ററി പാർട്ടി കമ്മിറ്റിയിൽ അദ്ദേഹം അംഗമായിരുന്നു. പാർലമെൻ്ററി പാർട്ടി കമ്മിറ്റിയിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ട്. നിയമസഭയിൽ അദ്ദേഹത്തിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ബ്ലോക്കിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കാൻ നിയമസഭാ സ്പീക്കർക്ക് പാർലമെൻ്ററി പാർട്ടി സെക്രട്ടറി എന്നുള്ള നിലയ്ക്ക് ഞാൻ എഴുതി കൊടുത്തു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇത് നടപ്പിലാക്കി കഴിഞ്ഞിട്ട് ഇന്ന് അദ്ദേഹത്തെ സഭയെ കണ്ടിട്ടില്ല. അപ്പോൾ സഭയിൽ വന്നു കഴിഞ്ഞാൽ അദ്ദേഹത്തിന് സീറ്റില്ലാത്ത പ്രശ്നമൊന്നുമില്ല. MLA സ്ഥാനം തുടരുന്നത് കൊണ്ട് അദ്ദേഹത്തിന് ഇരിക്കും. അയാൾ പാർട്ടിയോ മറ്റ് സംഗതികളോ എന്തോ എന്നുള്ളത് എനിക്കറിയില്ല. അൻവറിന് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുമായിട്ട് ഇനി ഒരു ബന്ധവുമില്ല. അതാണ് ഞാൻ വ്യക്തമാക്കുന്നത്.